ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഞാനിത് വ്ളോഗ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് പോയതല്ല അന്ന്. കാരണം അന്ന് അവിടെ ചെന്നപ്പോൾ വ്ളോഗ് എടുക്കാൻ പറ്റത്തില്ല. കാരണം അമ്മാതിരി പരിപാടിയായിരുന്നു. പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പരിപാടിയായിരുന്നു. കാരണം അടിപൊളിയായിരുന്നു പരിപാടി. നമ്മുടെ ഭരണിക്ക അമ്പലത്തിലെ അലങ്കാര ഗോപുര സമർപ്പണമായിരുന്നു അന്ന്. അപ്പോൾ ഭരണിക്കവലെ തന്നെ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സഞ്ജയ് ചേട്ടനായിരുന്നു അത് സമർപ്പിച്ചത്, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് സഞ്ജയ് ചേട്ടൻ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തൊരു അടിപൊളി പരിപാടി ഉണ്ടായിരുന്നു നമ്മൾ ഭരണിക്കവർക്ക് വേണ്ടി. അതായത് വിധു പ്രതാപിൻ്റെ മ്യൂസിക്കൽ ബാൻഡ് ഷോ ആയിരുന്നു. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒട്ടും എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ടല്ല അവിടെ പോയത് പരിപാടി കാണാൻ. ജസ്റ്റ് ഒരു പരിപാടി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ പോലെ തന്നെ പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് പരിപാടിയുടെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അവിടുത്തെ സ്റ്റേജും അതിൻ്റെ ഡെക്കറേഷൻസും ലൈറ്റ് ഷോ എല്ലാം കണ്ടപ്പോൾ തന്നെ അടിപൊളി പരിപാടിയെന്ന് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ വിധു പ്രതാപിൻ്റെ എൻട്രി എല്ലാം അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല, ഒരു മസ്റ്റ് വാച്ച് ആയിരുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രോ കാണിച്ചു തരാം. ഭരണിക്കാവ് ദേവി ക്ഷേത്രത്തിൻ്റെ അലങ്കാര ഗോപുര സമർപ്പണം എന്നോട് വളരെ പ്രിയപ്പെട്ട സഞ്ജയ് ചേട്ടൻ്റെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് നമ്മൾ വിധു പ്രതാപിൻ്റെ പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വിധു പ്രതാപിൻ്റെ പ്രോഗ്രാം നേരിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാംസൊക്കെ ടി വിയിൽ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഒരു ബാൻഡ് ഷോ. അപ്പോൾ ഒന്നും പറയാനില്ല, അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. കാരണം ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഒരു പ്രത്യേകതരം ഫീലിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം. ആ ഒരു സൗണ്ടും അദ്ദേഹത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. കൂടുതൽ റിക്വസ്റ്റ് വന്ന പാട്ടാണ് അടുത്തത്. അപ്പോൾ നല്ലൊരു മഴയും പെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക്. അപ്പോൾ എല്ലാവരും കൂടെയൊക്കെ നോത്തു. എന്തായാലും അതും വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫ്രണ്ട്സ് ആണ്ട് അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു പാട്ടും ആ ഒരു മഴയും ഒരു പ്രത്യേക ഫീലായിരുന്നു. അതുകൊണ്ട് ഈ ഒരു പാട്ടും മഴയും കൂടെ നല്ലതുപോലെ ബ്ലെൻഡ് ആവുന്നുണ്ടായിരുന്നു. അത് കേൾക്കാൻ നല്ല രസമായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞെങ്കിലും നമുക്ക് വോട്ട് ചെയ്ത് തന്നെ തീരുമാനിക്കാം. ഇപ്പതാ ഒരു QR കോഡ് വന്നിട്ടുണ്ട്. മായനൂടി മറഞ്ഞോരൻ ചേതനയിൽ
നോക്കി എങ്ങോട്ട് നോക്കി. മുഖമുരകളൊന്നും ആവശ്യമില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ബഹുമുഖ പ്രതിഭ. ടെലിവിഷൻ ഷോകളുടെ തുടക്കകാലത്ത് തന്നെ തന്റെ ശബ്ദ സൗന്ദര്യം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ സ്വന്തം ഇടം നേടിയെടുത്ത ഗായകൻ. 17-ാം വയസ്സിൽ ഏഷ്യനെറ്റിന്റെ വോയിസ് ഓഫ് ദ ഇയർ സ്വന്തമാക്കി പിന്നണി ഗാന രംഗത്തെ തന്റെ വരവറിയിച്ച നമ്മുടെ വിധുപ്രതാപ്. ഇരുപതാം വയസ്സിൽ മികച്ച ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയതോടെ വിധു മലയാളി പിന്നണി ഗാനരംഗത്തെ അവിഭാജ്യ ഘടകമായി. 2.5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ പകരം വയ്ക്കാനില്ലാത്ത ശബ്ദ തികവോടെ പ്രതാപത്തോടെ വിധു പ്രയാണം തുടരും. കാലത്തിനൊത്ത് ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്ന ഈ ഗായകൻ ഇന്ന് പാട്ടിൽ മാത്രമല്ല അഭിനയം സ്വാഗതം ചെയ്യാം. വിധുപ്രതാപ്. രാത്രികൾ പകലുകളാക്കി പകലുകൾ രാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടങ്ങൾ ചെയ്തു. പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചപൊട്ടാ മനസ്സിലാവും. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി. മെല്ലെ മെല്ലെ മുല്ലേ തെരുവുന്നാഴികൾ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ. കലക്കി ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ഈ പുണ്യമായ മണ്ണിൽ വന്നു നിന്ന്. അതായത് നമ്മുടെ ഭരണിക്കാവ് ദേവി ക്ഷേത്രത്തിൻ്റെ അലങ്കാര ഗോപുര സമർപ്പണം. എന്നോട് വളരെ പ്രിയപ്പെട്ട സഞ്ജയ് ചേട്ടൻ്റെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നെ ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾ, എസ്പെഷ്യലി സഞ്ജയ് ചേട്ടൻ, എല്ലാവരോടും താങ്ക് യു സോ മച്ച്. കാണാനെത്തിയ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എന്നെ ഇഷ്ടമാണോ? എൻ്റെ പാട്ട് ഇഷ്ടമാണോ? അപ്പോൾ ഞാൻ തന്നെ പാടിയ കുറച്ച് പാട്ടുകളായിരിക്കും. പക്ഷെ പേടിക്കേണ്ട, വേറെ നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്തത് ഞാൻ പാടിയൊരു പാട്ട് പാടട്ടെ.
ഇതിനകത്ത് എല്ലാവരും ആരൊക്കെ എൻ്റെ കൂടെ ഡാൻസ് ചെയ്യും? ആരും ഫ്രണ്ടില് അരെ ക്യാരേ ബായ്. എല്ലാവരും അടുത്ത പാട്ടെന്ന് പറഞ്ഞ് ഞാൻ തന്നെ പാടി അഡ്ജസ്റ്റ് ചെയ്യാം. റെഡിയല്ലേ? ഒരു പടക്കം പൊട്ടുന്ന ഒരു കൈയടി കേൾക്കട്ടെ. ഫുൾ എനർജി വേണം. മ്യൂസിക്. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. അടത്തെണ്ടി മക്കളെ എല്ലാവർക്കും പാട്ട് മനസ്സിലായില്ലേ? ചെയ്തില്ല. റെഡിയായിട്ടിരുന്നോ? കേട്ടോ, ആവശ്യമുണ്ട്. അപ്പോ പ്രോഗ്രാമിന് വരുന്നു എന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്ന പാട്ടാണ് അടുത്തത് പാടാൻ പോകുന്നത്. ഓക്കെ, വലത് ഇടതായിട്ട് തിരിച്ചു പാടിപ്പിക്കേണ്ടതാണോ? അല്ലല്ലേ? കുറച്ച് ബുദ്ധിമുട്ടുള്ളതാ, കുഴപ്പമില്ലല്ലോ. ഫ്രണ്ട് ഇരിക്കുന്ന ഇത്രയും വേണ്ട. മനസ്സിലായില്ലേ? ആദ്യം ഞാൻ പാടാം. ഇതാണ് സംഭവം.
സുഖമാണ് കാറ്റ് എന്ത് സുഖമാണ് അരികിൽ നീ വരും. ആ സുഖമാണ് നിലാവ് പട്ടുകെട്ടിയ പട്ടം കണക്കിന് കൽപ്പിച്ചപ്പോൾ ചമച്ച മനസ്സിൽ ഒരു നല്ല പെൺകുട്ടിക്കും ഇടം കൊടുത്തു. കർത്താവേ നീ മനസ്സിന്റെ പാതി പകുത്തവൾക്കുള്ള പങ്കു കൊടുക്കണമെന്ന് അവൾ പറഞ്ഞുറങ്ങി. പെണ്ണേ ഞാൻ വിടില്ല, പെണ്ണേ ഞാൻ വിടില്ല, നിന്റെ വിടില്ല. ഇടം കൊടുത്ത് കർത്താവേ നീ മനസ്സിന്റെ പാതി പകുത്തവൾക്കുള്ള പങ്കു കൊടുക്കണമെന്ന് ഞാൻ വെളിയിലേക്ക് ഇറങ്ങും. പക്ഷെ അത് ഇലക്ഷൻ കഴിഞ്ഞെങ്കിലും നമുക്ക് വോട്ട് ചെയ്ത് തന്നെ തീരുമാനിക്കാം. ഇപ്പതാ ഒരു QR കോഡ് വന്നിട്ടുണ്ട്. കൂടെ പാടണം, ആടണം. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയെ ലജ്ജാവതിയെ എല്ലാ കാമുകന്മാർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുക. എന്റെ ചേരത്തെ ചെമ്പൂന്തല്ലേ, നിന്റെ കാലിൽ കാണാൻ പാദസരം ഞാനല്ലേ, ഞാനല്ലേ. മലയാളി പെണ്ണാണ്, പഞ്ചാബിയിൽ അഞ്ചി കൊഞ്ചു പണവാട്ടി പെണ്ണാണ്. പഞ്ചാബിയിൽ അഞ്ചി കൊഞ്ചും പണവാട്ടി പെണ്ണാടു നീ, മയിലാട്ടത്തിൽ മകടാ മകടാ
എല്ലാവരും ചേർന്ന് പാടി കേൾക്കണേ. പുലിയാണ് നീ പിണ്ടക പിണ്ടക. അപ്പൊ അടുത്ത പാട്ട് വേറെ സംസാരമൊന്നുമില്ല, ഒറ്റ ചിരിയിരിക്കും, അതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ മണിച്ചേട്ട പാട്ട് വളക്കിലിക്കണ കുഞ്ഞോളെ, ചിരി പൊടിക്കണ മുത്തോളെ, വഴിയരികില് പൂത്തു നിൽക്കണ പുണ്ണാരെ, കരിച്ചിരിക്കണ നേരത്ത് അടുത്തു വന്നവനാരാണ്, അവനരികില് ചൊന്ന കുഞ്ഞോളെ, ചിരി പൊടിക്കണ മുത്തോളെ, വഴിയരികില് പൂത്തു നിൽക്കണ പുണ്ണാരെ, കരിച്ചിരിക്കണ നേരത്ത് കിളി താമരക്കിളിയേ, ഇനി ഞാൻ നിൽക്കുന്നു മാലയിക്കുന്നത് താഴെ ചെയ്തതോ, ഉടഹാല മക്കള ചേണ്ട ചിങ്കില കാലഘട്ടമാണ്, ഒരു നാട്ടിൽ വേദിക്കുന്ന കാലേ കൂടവേ, കുഞ്ചിരി 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 വളക്കിലിക്കണ കുഞ്ഞോളെ, ചിരി പൊടിക്കണ മുത്തോളെ, വഴിയരികിലെ പൂത്തു നിൽക്കണേ, അടുത്ത് വന്നവനാരാണ് അവന. ഒക്കെ കൈമുക്കുക, എല്ലാവരുടെയും മുഖം കിട്ടണം. റെഡി ആയിട്ട് നിന്നോ? ആയിട്ടില്ല, ഞാൻ ഇപ്പൊ പറയും. റെഡി? അതല്ല തരട്ടെ. റെഡി റെഡി 1 2 3 once again ready 1 2 3 thank you so much. അപ്പൊ അവസാനത്തെ എന്താണ് പേരെന്താണ്? അർജുൻ ഒരു ഉഗ്രൻ പടം വരച്ചിട്ടുണ്ട്. റെഡി? പെൻസിൽ സ്കെച്ചാണ്, ഗംഭീര പടം. താങ്ക് യു ഒപ്പിട്ട് താങ്ക് യു സോ മച്ച്. രണ്ടുപേർക്ക് നല്ല കൈയടി കൊടുക്കുക, നല്ല കൈയടി. താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു. ഓടി എടുത്തു, അതൊക്കെ പിന്നെ വേഗം എടുത്തു. താങ്ക് യു സോ മച്ച്. അപ്പോ ചെയ്യേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മമ്മൂട്ടി ഫാൻസ് ആണോ അതോ ലാലേട്ടൻ ഫാൻസ് ആണോ കൂടുതൽ? ഒരു പിന്നാക്കി മനസ്സിലായില്ല. ശരി, ചോദിക്കേണ്ട കാര്യമില്ല. ഈ രണ്ട് പേരുകൾ നമ്മളുടെ രക്തത്തിൽ ഊർന്നിറങ്ങിയ പേരുകളാണ്. എന്നാലും ചോദിക്കട്ടെ, മമ്മൂക്ക ഫാൻസ് എല്ലാം ഒന്ന് ഒച്ചയുണ്ടാക്കി. ഇനി ലാലേട്ടൻ ഫാൻസ് ഒക്കെ ഒന്ന് വെച്ചുണ്ടാക്കി. ഇവിടെ ഈ പാട്ടില് ഇന്ന് തീരുമാനിക്കണം ഇവിടെ ആരാണ് ഭരിക്കുന്നത് എന്നുള്ളത്. റെഡിയാണോ? എല്ലാവരും എണീറ്റ്. അവസാനത്തെ പാട്ടാ, എല്ലാവരും എണീറ്റിരിക്കുക. എല്ലാവരും ഏത് ഫാൻസ് അസോസിയേഷനാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അവസാനത്തെ പാട്ട് ഫുൾ എനർജി വേണം എനിക്ക്. പൊട്ടട്ടുള്ള പടക്കം.